ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് ശക്തികേന്ദ്രമായ ശ്രീരാംപൂരിൽ ഇത്തവണ നടക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം. ജെഎൻയുവിലെ ഗവേഷണ വിദ്യാർത്ഥി ദീപ്ഷിത ദനാണ് മണ്ഡലത്തിലെ സിപിഎം സ്ഥാനാർത്ഥി. യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ ആവേശം പകർന്നുകൊണ്ടാണ് ദീപ്ഷിതയുടെ പ്രചാരണം മുന്നേറുന്നത്. ശ്രീരാംപൂർ ബംഗാളിലെ വ്യവസായ മേഖലയാണ്. മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ ഇവിടുത്തെ പല വ്യവസായശാലകളും അടച്ചുപൂട്ടി. തൊഴിൽ തേടി ചെറുപ്പക്കാർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂട്ടത്തോടെ കുടിയേറുകയാണ്. തൊഴിലാളികൾ നേരിടുന്ന ജീവിത പ്രശ്നങ്ങളാണ് ദീപ്ഷിതയെ കമ്മ്യൂണിസത്തിലേക്ക് ആകർഷിച്ചത്. SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായ ദീപ്ഷിത JNUവിലെ ഗവേഷണ വിദ്യാർത്ഥിയാണ്. തൊഴിൽ കുടിയേറ്റമാണ് ഗവേഷണ വിഷയം. തെരഞ്ഞെടുക്കപ്പെട്ടാൽ മണ്ഡലത്തിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് ദീപ്ഷിത പറയുന്നു. This is also a region where you will see a lot of migration happening. A lot of people from here go to Kerala as daily wager, as construction laborer, and there are people who are they are zari workers, they are tat workers, they are weavers. So these people, they are leaving their traditional job because the government is not supporting them. We want an alternate where through cooperative or certain kind of projects or incentive from the government, we can ensure that my people, the people from my constituency, do not have to become a migrant laborer anymore. They can have their livelihood within their own village, within their own state. പണ്ട് കോൺഗ്രസിന്റെയും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെയും ശക്തികേന്ദ്രമാണ് ശ്രീരാംപൂർ. ഇത്തവണത്തേത് ശക്തമായ ത്രികോണ മത്സരം. പശ്ചിമ ബംഗാളിൽ CPIMന്റെ തിരിച്ചുവരവ് ഏറ്റവും പ്രകടമായ മണ്ഡലങ്ങളിലൊന്നാണ് ശ്രീരാംപൂർ. ദീപ്ഷിതയിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാവുമെന്നാണ് CPIMന്റെ കണക്കുകൂട്ടൽ. ശ്രീരാംപൂരിൽ നിന്ന് ക്യാമറാമാൻ വിനേഷ് നേതാജിക്കൊപ്പം K. രാജേന്ദ്രൻ.